ज्योति सितारे धन से न्यारे, प्रभु के प्यारे आत्मा सितारे। ज्योति सितारे धन से न्यारे, प्रभु के प्यारे आत्मा सितारे। ज्योति सितारे। सर्व गुणों का पुंज है आत्मा, सर्व गुणों का पुंज है आत्मा। शक्ति भरे जिसमें परमात्मा, शक्ति भरे जिसमें परमात्मा। वो ही सभी के है जो सहारे, प्रभु के प्यारे आत्मा सितारे। ज्योति सितारे। हर एक नजर में जिनका ध्यान है, हर एक नजर में जिनका ध्यान है। बिंदु स्वरूप गुणों की खान है, बिंदु स्वरूप गुणों की खान है। कमले से है जो न्यारे प्यारे, प्रभु के प्यारे आत्मा सितारे। ज्योति सितारे धन से न्यारे, प्रभु के प्यारे आत्मा सितारे। प्रभु के प्यारे आत्मा सितारे। ഓം ശാന്തി. പവിത്രധനം എന്ന വിഷയത്തെക്കുറിച്ച് ശിവബാബയുടെ മഹാവാക്യങ്ങളുടെ ആധാരത്തിൽ രമേശ് ഭായിജി എഴുതിയ പുസ്തകത്തിലെ ക്ലാസ്സുകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോ ഇന്ന് പറയാണ്, അതായത് ദാരിദ്ര്യം ഇതിന്റെ ഒരു മെയിൻ ആധാരം എന്ന് പറയുന്നത് തന്നെ ധനത്തിന്റെ ശരിയായ രീതിയിലുള്ള പ്രയോഗം നടക്കുന്നില്ല. അതിലൂടെ ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളിൽ ദാരിദ്ര്യത്തിന്റെ ഒരു വലിയ പ്രശ്നം അനുഭവിക്കേണ്ടി വരികയാണ്. അപ്പൊ ഇന്നത്തെ സർക്കാർ അല്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെന്റ് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് യോജനകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഈ യോജനകൾ ചെയ്യുമ്പോഴും ഒരു മനുഷ്യന്റെ ചരിത്രത്തെ നല്ലതാക്കാൻ വേണ്ടിയുള്ള പ്രയാസങ്ങൾ ഒന്നും തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പറയാണ്, അതായത് പവിത്രതയുടെ ചരിത്രത്തിന്റെ
ഒരു മാനദണ്ഡം അളക്കാനുള്ള അളവ് പോലൊന്നും അവരുടെ കൈകളിൽ ഇല്ല. അതുകൊണ്ട് അവർ പുറമേ കാണുന്ന ഈ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ശിവബാബയാകുന്ന പാണ്ഡവ് ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് ചെയ്യുന്നത് പവിത്ര ധനത്തിന്റെ വിവിധ തരത്തിലുള്ള പ്രയോഗത്തിലൂടെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുക മാത്രമല്ല, ഒരു മനുഷ്യന്റെ പവിത്രതയെ ചരിത്രത്തിൽ ഏറ്റവും നല്ലതാക്കി മാറ്റുകയാണ്. ഒരു ശ്രേഷ്ഠമായ സമാജം അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠമായ സമൂഹം, അതിന്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ശിവബാബയിലൂടെ ഒരു ചരിത്രം നിറഞ്ഞ അല്ലെങ്കിൽ പവിത്രത നിറഞ്ഞ ദാരിദ്ര്യമില്ലാത്ത ഒരു രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. ഇനി നോക്കുക, ലോകത്തിലുള്ളവര് പലരും ദാനം ചെയ്യാറുണ്ട്. പറയുന്നത് ഗുപ്തദാനം, മഹാദാനം, അതിലാണ് ഏറ്റവും പുണ്യം കിട്ടുക എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഗുപ്തദാനങ്ങൾ മനുഷ്യർ ധാരാളം ചെയ്തിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ദാനം ചെയ്യാറുണ്ട്, പക്ഷേ ഗുപ്തമായിട്ടല്ല. അവരുടെ പേര് കിട്ടാൻ വേണ്ടി, പേര് പ്രശസ്തമാകാൻ വേണ്ടി ചെയ്യും. നമ്മൾ കാണാറുണ്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്നയാള് ഇത്ര പൈസ ചെയ്തു, ഇന്നയാള് ഇത്ര രൂപ ചെയ്തിട്ടുണ്ട്, അപ്പൊ അങ്ങനെ ഇന്നത് ഇന്നയാളുടെ വകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ കാണാറുണ്ട്, നമ്മൾ ഇവിടെയും കാണാറുണ്ട്. അപ്പൊ ഭായിജിയും പറയാണ്, അദ്ദേഹം ഒരിക്കല് ബോംബെയില് ഒരു സ്ട്രീറ്റിലൂടെ പോകുന്ന സമയത്ത് അവിടെ കണ്ടൊരു കാര്യമാണ്, അവിടുത്തെ ഒരാള്, വലിയ ധനവാനായിട്ടുള്ള ഒരാള് റോട്ടില് ഇലക്ട്രിക് പോസ്റ്റ് ഇടാനും അതിന്റെ കമ്പികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു വലിയ ഫണ്ട് സംഭാവന ചെയ്തിരുന്നു. വലിയൊരു തുക തന്നെ കൊടുത്തിരുന്നു. അത് കാരണം ഒരു ചെറിയ ശിലയുണ്ടാക്കിയിട്ട്, നമ്മൾ പറയില്ലേ റോഡിന്റെ സൈഡിൽ ഒരു ശില ഉണ്ടാക്കിയിട്ട് അത് സ്ഥാപിച്ചിട്ട് ആ ശിലയുടെ ഉള്ളില് ഇവരുടെ എല്ലാം പേരുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ പേര്, പത്നിയുടെ പേര്, അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര്, പത്നിയുടെ അച്ഛന്റെയും അമ്മയുടെയും പേര്. അപ്പൊ ഇങ്ങനെ ഇവരുടെ എല്ലാം പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന കാര്യങ്ങൾ ഇവരാണ് ചെയ്തത്. ഇന്ന് ലോകത്തിലെ പല കാര്യങ്ങളും മനുഷ്യർ ചെയ്യുന്നത്, ദാനമൊക്കെ ചെയ്യുന്നത് അവരവരുടെ പേര് പ്രശസ്തമാക്കാൻ വേണ്ടി ചെയ്യാണ് കൂടുതൽ, മെജോറിറ്റി ആൾക്കാർ. എന്നാല് ശിവബാബയുടെ യജ്ഞത്തില് ബാബ ഒരിക്കലും അങ്ങനെയുള്ള ധനം സ്വീകരിക്കാറില്ല. ബാബ പറയാണ്, ആരെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിലുള്ള കണ്ടീഷനോടുകൂടി അവരുടെ പേര് വരാൻ വേണ്ടി അങ്ങനെ ഒരു ധനം ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബാബ ഈ യജ്ഞത്തിൽ ഉപയോഗിക്കില്ല, മേടിക്കില്ല. പിന്നെ ആരെങ്കിലും അറിയാതെ മേടിച്ചാൽ പോലും ബാബ അത് സ്വീകരിക്കില്ല എന്നുള്ളതാണ്. കാരണം ബാബ പറയാണ്, ആ ഒരു പൈസയില് അവരുടെ ഉള്ളിലുള്ള സൂക്ഷ്മമായ മായ അല്ലെങ്കിൽ സൂക്ഷ്മമായ വാസനകൾ, ഒന്ന് ദേഹാഭിമാനം, പിന്നെ ചിലപ്പോൾ അറ്റാച്ച്മെന്റ് ആയിരിക്കാം, അഹങ്കാരമായിരിക്കാം, അങ്ങനെ പല പ്രകാരത്തിലുള്ള ലോഭമായിരിക്കാം, അങ്ങനെ പല പ്രകാരത്തിലുള്ള വാസനകൾ ആ ധനത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ധനത്തിന്റെ പേരിൽ ഒരു കണ്ടീഷൻ വെക്കുന്നത്, പേര് വരണമെന്ന് പറയുന്നു. അങ്ങനെ ഏത് ധനത്തിലാണോ കണ്ടീഷൻ വരുന്നത് ആ ധനത്തിൽ വാസനകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെയുള്ള ധനത്തെ തീർച്ചയായിട്ടും മായാവി ധനം എന്നേ പറയൂ. ബാബയുടെ യജ്ഞത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള ധനം സ്വീകരിക്കപ്പെടില്ല. നോക്കുക, ഒരിക്കലുണ്ടായൊരു സംഭവമാണ് ബോംബെയിൽ തന്നെ. ഹൃദയ പുഷ്പദാദി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു മാതാജി തന്റെ മകൻ പരീക്ഷയിൽ വളരെ ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി. അപ്പൊ മാതാജി വളരെയധികം സന്തോഷത്തില്, ആ ഒരു സന്തോഷത്തില് പറഞ്ഞു, ഈ ഗുരുവാറ് വ്യാഴാഴ്ച ദിവസം ബാബയ്ക്ക് ഭോഗ് വയ്ക്കും. ദാദി അത് സമ്മതിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് ദാദി ചോദിച്ചു, എന്താണ് ഭോഗിന് വേണ്ടി ഉണ്ടാക്കേണ്ടത്? അപ്പോൾ ആ അമ്മ പറഞ്ഞു, എന്റെ മകന് ജിലേബി വളരെ ഇഷ്ടമാണ്,
അതാണ് ഭോഗിനുണ്ടാക്കുന്നതെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ ഭോഗിന് ജിലേബി ഉണ്ടാക്കി. അപ്പൊ ആ ഭോഗം കൊണ്ട് ദാദി, ഹൃദയപുഷ്പ ദാദി ബാബയുടെ അടുത്ത് ഭോഗം കൊണ്ടുപോയി. പക്ഷെ ബാബ ആ ഭോഗ് സ്വീകരിക്കുണ്ടായില്ല. കാരണം ബാബ പറഞ്ഞത് ഇതാണ്, ആ അമ്മയുടെ മകനോടുള്ള ആ മോഹത്തിന്റെ സൂക്ഷ്മമായ വാസന ഈ പൈസയിൽ അടങ്ങിയിട്ടുണ്ട്. ആ പൈസ കൊണ്ടുള്ള ഭോഗാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഭോഗ് ഒരിക്കലും ബാബ സ്വീകരിക്കില്ല. അതായത് ഏത് ധനത്തിലാണോ സൂക്ഷ്മവാസനകൾ അടങ്ങിയിരിക്കുന്നത്, മായാവി ധനം എന്നാണ് അതിനെ പറയാ, ആ ധനം ബാബയുടെ യജ്ഞത്തിൽ ഉപയോഗിക്കപ്പെടില്ല. ബാബ അത് സ്വീകരിക്കില്ല. ഇനി ഏത് ധനമാണോ നമ്മൾ പവിത്ര ധനമാക്കി ഈ യജ്ഞത്തിൽ ഉപയോഗിക്കുന്നത്, അതായത് ഏത് ധനത്തിലാണോ എന്റെ എന്നുള്ള ഭാവമില്ലാത്തത്, മമത്വമില്ലാത്തത്, ഏതെങ്കിലും കണ്ടീഷനോടുകൂടി ചെയ്യാത്തത്, അത് പവിത്ര ധനമാണ്. അപ്പൊ ആ പവിത്ര ധനത്തിന്റെ പ്രയോഗത്തിലൂടെ ഈശ്വരൻ പറയാണ്, നിങ്ങൾക്ക് ദൈവിക ഗുണങ്ങള്, ദൈവിക ശക്തികള്, ദൈവിക സംബന്ധങ്ങള് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും പവിത്ര ധനത്തിന്റെ പ്രയോഗത്തിലൂടെ. ധനം ശരിയായ രീതിയിൽ പ്രയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തില് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് പവിത്രമായിരിക്കും, ദൈവികമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് പവിത്ര ധനവും സാമ്പത്തിക വ്യവസ്ഥയും. അപ്പൊ നമുക്കറിയാം ശിവബാബ നമ്മളെ എല്ലാവരെയും ജ്ഞാനവും യോഗവും പഠിപ്പിക്കുന്നത് മനുഷ്യനിൽ നിന്ന് ദേവതയാക്കാൻ വേണ്ടിയിട്ട്. ദേവതാ ധർമ്മം സ്ഥാപിക്കപ്പെടുകയാണ്. പുതിയ ലോകത്തിന്റെ സ്ഥാപന, സ്വർഗത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്വർഗത്തിന്റെ മഹിമകളാണ് വിഭിന്ന ധർമ്മങ്ങളില്, വിഭിന്ന ഭാഷകളില്, വിഭിന്ന പ്രകാരത്തിൽ മനുഷ്യര് ചെയ്തു പോരും. പറയില്ലേ, ഗാർഡൻ ഓഫ് അല്ലാഹ്, ഏദൻ തോട്ടം, സ്വർഗം, ബഹിസ്ത് ഹെവൻ എന്നെല്ലാം പറയുന്നത് പല ധർമ്മങ്ങളിലായിട്ട് പറയുന്ന പേരുകളാണ്, പല പേരും ചെയ്യുന്ന മഹിമകളാണ്. അപ്പൊ ആ സ്വർഗത്തിന് ഒരുപാട് മഹിമയുണ്ട്. സ്വർഗത്തിലുള്ള ദേവി ദേവന്മാർക്ക് ഒരുപാട് മഹിമയുണ്ട്. അവരുടെ ആ ഒരു ചരിത്രം, അവരുടെ ജീവിത ചരിത്രം, ജീവിത വ്യവഹാരം, ഈ ഒരു ആധാരത്തിലാണ് അവരെ നമ്മൾ മഹിമ പാടാറുള്ളത്. എന്താണ് ദേവതമാരുടെ മഹിമകള്? സർവഗുണ സമ്പന്നം, സമ്പൂർണ്ണ നിർവികാരി, മര്യാദ പുരുഷോത്തമൻ, 16 കലാസമ്പൂർണം, പരമോ അഹിംസകൻ. ഈ മഹിമകളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അവരുടെ കർമ്മത്തിന്റെ, വ്യവഹാരത്തിന്റെ ആധാരത്തിലാണ്. അപ്പൊ പരമോ അഹിംസകരാണ് എന്ന് കാണിക്കാൻ വേണ്ടി സത്യയുഗത്തില് യാതൊരു പ്രകാരത്തിലുള്ള ദുഃഖങ്ങളില്ല, ഒരു പ്രകാരത്തിലുള്ള ഹിംസയുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് കൊടുക്കാറുണ്ട്, സിംഹവും ആടും ഒരേ കടവിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. അതായത് ആജന്മ ശത്രുക്കൾ പോലും അവിടെ സ്നേഹത്തിലാണ് കഴിയുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാം സ്വർഗത്തിന്റെ മഹിമകൾ എത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല പല രീതിയിലാണെങ്കിലും പല പല ധർമ്മങ്ങളിലാണെങ്കിലും. നോക്കൂ, ആ സത്യയുഗത്തില് രാജാവ് വളരെ സത്യവാനായിരിക്കും, പ്രജകളോട് 100% നീതി പുലർത്തുന്ന ഒരാളായി. അസത്യമായ വാഗ്ദാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും രാജാവ് പ്രജകൾക്ക് കൊടുക്കില്ല. നമുക്കറിയാം, രാഷ്ട്രീയക്കാര്, ഗവൺമെന്റ് പല പ്രകാരത്തിലുള്ള അസത്യമായ വാഗ്ദാനങ്ങൾ പ്രജകൾക്ക്, മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ട്. സത്യയുഗത്തിൽ ഒരിക്കലും രാജാവ് അങ്ങനെയുള്ള അസത്യമായ വാഗ്ദാനങ്ങൾ കൊടുക്കില്ല. സത്താധീശനാണെന്നാ പറയുന്നത്. അവിടെ രാജാവായിക്കോട്ടെ പ്രജകളായിക്കോട്ടെ രണ്ടു കൂട്ടരും സത്യവാദികളാണ്. പ്രജകളും സത്യവാദിയാണ്, രാജാവും സമ്പന്നവുമാണ്. അത്രയും സത്യസന്ധത നിറഞ്ഞ ലോകം. ഓരോ കാര്യവ്യവഹാരങ്ങളും നടക്കുന്നത് സത്യതയുടെ ആധാരത്തിലാണ്, സത്യതയുടെ ആധാരത്തിൽ. അതുകൊണ്ടാണ് ആ ഒരു ലോകത്തിന് പേര് വന്നത് തന്നെ, ആ ഒരു സമയത്തിന് സത്യയുഗം എന്നുള്ള പേര് വന്നത്. ഈ സത്യയുഗത്തിൽ നമുക്കറിയാം വിശ്വമഹാരാജൻ, വിശ്വമഹാറാണി ശ്രീ ലക്ഷ്മി നാരായണന്മാരാണ്.
അവരാണ് മുഴുവൻ ലോകത്തിന്റെയും അധികാരി. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ രാജ്യങ്ങളും അവിടെയുണ്ട്. ആ രാജ്യങ്ങളിൽ രാജാക്കന്മാരുണ്ട്. എന്നിരുന്നാലും ഓരോ രാജ്യവും വളരെ സമ്പന്നമാണ്. സാമ്പത്തിക വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യവും വളരെ ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇന്നിപ്പോ കേന്ദ്ര സർക്കാരും രാജ്യ സർക്കാരും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആർത്ഥിക, അതായത് സഹായത്തിന്റെ രൂപത്തിലൊക്കെ പല കാര്യങ്ങളും പല സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ സത്യയുഗത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. കാരണം അവിടെ ആരും ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും സ്വയം സമ്പന്നരാണ്. രാജ്യങ്ങളാണെങ്കിലും ചെറു രാജ്യങ്ങളാണെങ്കിലും വളരെ വളരെ സമ്പന്നമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു എന്താണ്, വിശ്വമഹാരാജനെ എന്തെങ്കിലും പ്രകാരത്തിൽ ബുദ്ധിമുട്ടിക്കുക, ഇനി മഹാരാജാവ് ഏതെങ്കിലും പ്രകാരത്തിൽ പ്രജകളെ ബുദ്ധിമുട്ടിക്കുക, അതൊന്നും തന്നെ സത്യയുഗത്തില് ഉണ്ടാവില്ല. ഇനി സത്യയുഗത്തിന്റെ സംഗമയുഗത്തിൽ നമ്മൾ പുരുഷാർത്ഥം ചെയ്യുമ്പോൾ, ഈശ്വരീയ സേവനങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ എന്തിനാ ഈശ്വരീയ സേവനം ചെയ്യുന്നത്? നമ്മുടെ ധർമ്മം സ്ഥാപിക്കാൻ, നമ്മുടെ രാജ്യം സ്ഥാപിക്കാൻ. അപ്പൊ ഈ ഈശ്വരീയ സേവനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തന്നെ ശരീരം, മനസ്സ്, ധനം ഉപയോഗിച്ചാണ്. നമ്മുടെ തന്നെ ശരീരം, മനസ്സ്, ധനം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സേവനങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ആരിൽ നിന്നും ദാനങ്ങൾ വാങ്ങിക്കാറില്ല, സംഭാവനകൾ വാങ്ങിക്കാറില്ല, ആരിൽ നിന്നും കടം വാങ്ങിക്കാറില്ല. കടം വാങ്ങിച്ചിട്ട് നമ്മൾ ഈശ്വരീയ സേവനങ്ങൾ ചെയ്യുന്നില്ല. കാരണം ബാബ പറയാണ്, അതായത് ഇന്ന് നമ്മൾ കടം വാങ്ങിച്ച് സേവനം ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഭാവിയിലെ നിങ്ങളുടെ പ്രജകളെ വർത്തമാന സമയത്തൊരു ബന്ധനത്തിൽ ബന്ധിക്കുന്നതിന് സമാനമാണ്. ഈ ഒരു ബന്ധനം അവരുടെ ഉന്നതിക്ക്, ഉയർച്ചയ്ക്ക് ഒരു തടസ്സമായിട്ട് എന്ന് നിൽക്കും. കാരണം ധനത്തിന്റെ ബന്ധനമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരീയ സേവനങ്ങൾ നമ്മൾ ഒരിക്കലും കടം വാങ്ങിച്ച്, ദാനം വാങ്ങിച്ച്, സംഭാവന വാങ്ങിച്ച് ചെയ്യാറില്ല. നമ്മുടെ തന്നെ പവിത്രമായ ധനം ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ശരീരം, മനസ്സ്, ധനം ഉപയോഗിച്ചാണ് നമ്മൾ ഈശ്വരീയ സേവനങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ സത്യയുഗത്തിലും ഇതേ സംസ്കാരം തന്നെയാണ്. എന്ന് പറഞ്ഞാല് വിഷ്ണു മഹാരാജാവ് തന്റെ ധനം, തന്റെ മനസ്സ്, തന്റെ ശരീരം ഇതുപയോഗിച്ചാണ് പ്രജകളെ പാലിക്കുന്നത്, പ്രജകളുടെ സേവനം ചെയ്യുന്നത്. വിശ്വ മഹാരാജാവ് ഒരിക്കലും പ്രജകളിൽ നിന്ന് ഒന്നും വാങ്ങിക്കുന്നില്ല. ടാക്സ് പോലും ഇല്ല. കരം അടയ്ക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ടാക്സ് പോലും അവിടെ ഇല്ല. എന്നിരുന്നാലും പ്രജകൾ അങ്ങനെയാണ്. അതായത് തന്റെ കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കി രാജ്യ ദർബാറിലേക്ക് അവര് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. രാജാവ് ഒരിക്കലും ചോദിക്കുന്നില്ല, യാചിക്കുന്നില്ല. പക്ഷെ പ്രജകള് അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കി രാജ്യ ദർബാറിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെ ശിവബാബയുടെ ശ്രീമത്ത് പ്രകാരം നോക്കൂ, നമ്മൾ എല്ലാവരും നമ്മുടെ സ്വച്ഛാനുസാരം, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ധനമാണ് നമ്മൾ ഈശ്വരീയ സേവനങ്ങളിൽ അർപ്പണം ചെയ്യുന്നത്. സേവാ കേന്ദ്രങ്ങളിലായിക്കോട്ടെ യാതൊരു പൈസയും ദാനമോ കടമോ ഒന്നും വാങ്ങിക്കുന്നില്ല, അല്ലാതെയാണ് ഈശ്വരീയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മൾ നോക്കും മറ്റ് സ്ഥാപനങ്ങളെയൊക്കെ, അവിടെയൊക്കെ പലപ്പോഴും കടം വാങ്ങിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്, സേവനങ്ങൾ ചെയ്യുന്നത്. ഇനി കടമായിട്ട് ആരും കൊടുത്തില്ല എങ്കിൽ എന്ത് ചെയ്യും? കടമായിട്ട് ആരും കൊടുത്തില്ല എങ്കിൽ ദാനം, സംഭാവന എന്നുള്ള രീതിയിൽ അവിടെ പൈസ പിരിപ്പിക്കുകയാണ്. അങ്ങനെ പൈസ പിരിച്ച് മറ്റുള്ളവരുടെ നിന്ന് ദാനം വാങ്ങിച്ചിട്ടാണ് പല കാര്യങ്ങളും സേവനങ്ങളും അവർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ദാനം നമ്മൾ ഒരാളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാല് ആ ധനം ദാനം തരുന്ന ഒരാൾക്ക് അയാൾക്ക് അയാളുടേതായിട്ടുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ധനം കൊടുക്കുമ്പോൾ പോലും മായാവി ധനമാണ്.
അതുകൊണ്ട് ദാനം സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും അവരുടെ തന്നെ എന്താണ് ഈ ദാനം കൊടുത്ത ആൾക്കാരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട്, നിർബന്ധങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും മാറ്റേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെ അവിടെയുള്ള സേവനങ്ങളില് ദാനം വാങ്ങിച്ച് ചെയ്യുമ്പോൾ ദാനം സ്വീകരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ബന്ധനം വരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഈശ്വരീയ സേവനം നിമിത്തമായി ചെയ്യുന്നവരായിക്കോട്ടെ ആരായിക്കോട്ടെ അവർക്കാർക്കും തന്നെ ഒരു ബന്ധനം വരുന്ന രീതിയിലുള്ള സേവനങ്ങൾ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ നമ്മുടെ ശരീരം, മനസ്സ്, ധനം സ്വച്ഛാനുസാരണം ഉപയോഗിച്ചിട്ടാണ് സേവനങ്ങൾ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ അക്കൗണ്ട്സുകൾ, അതായത് കണക്കുകള്, മറ്റു കാര്യങ്ങളൊക്കെ വരുമല്ലോ, ധനം വരുന്നത് പോലും. അപ്പൊ അതിന്റെയൊക്കെ ഒരു അക്കൗണ്ട്സ് കാണിക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. ആ സമയത്ത് ബാബയോട് രമേഷ് ഭായിജി അവ്യക്ത ബാപ്ദാദയോട് ചോദിച്ചു, ബാബ ഈ ഒരു കണക്കിന് നമ്മൾ എന്താണ് പേര് കൊടുക്കേണ്ടത്? ദാനം കിട്ടിയതാണ് എന്ന് പേര് കൊടുത്താൽ മതിയോ? ബാപ്ദാദയ്ക്ക് ആ ഒരു പേര് തീരെ ഇഷ്ടപ്പെട്ടില്ല. ദാനം, ഈ ഒരു പേര് ബാബയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ബാബ ആരാണ്? ബാബ മുഴുവൻ വിശ്വത്തിന്റെയും പിതാവാണ്, സർവരുടെയും മംഗളകാരിയായിട്ടുള്ള ആളാണ്, സർവർക്കും ശ്രേഷ്ഠ പദവി കൊടുക്കുന്ന ഒരാളാണ്, സർവരെയും പാലിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ആൾക്ക് ദാനം കൊടുക്കുക എന്നൊരു കാര്യം അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ബാബ ഒരിക്കലും ആരുടെയും ദാനം സ്വീകരിക്കുന്നില്ല. ദാനത്തിന്റെ പൈസയൊന്നും ബാബയ്ക്ക് വേണ്ട, കാരണം ബാബയ്ക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഈശ്വരീയ സേവനങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പൈസയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെലവഴിക്കാം. അപ്പൊ അത് ഏത് അക്കൗണ്ടിലേക്കാ വരിക? ആലോചിച്ച് നോക്കൂ. നമുക്ക് നമ്മുടെ കുറച്ച് പൈസ നമ്മൾ സേവ് ചെയ്ത് വെക്കും ബാങ്കിലൊക്കെ, അല്ലെ? നമ്മുടെ പേരിലുള്ള അക്കൗണ്ടില് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. കാരണം എന്താണ്? നമുക്കറിയാം അത് സേവ് ആയിട്ടിരിക്കുകയും ചെയ്യും, മാത്രമല്ല അതിന് ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തിന്, ഒരു പ്രക്രിയക്ക് ബാങ്കിന് ദാനം കൊടുത്തു എന്ന് ആരെങ്കിലും പറയുമോ? ഒരിക്കലും ഇല്ല, അല്ലെ? കാരണം നമ്മുടെ പൈസ നമ്മുടെ പേരിൽ തന്നെ കിടക്കുകയാണ്. അത് മാത്രമല്ല ബാങ്ക് അതിന് ഇൻട്രസ്റ്റ് തരുന്നുണ്ട്. അപ്പൊ ബാങ്കിന് ദാനം കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഈശ്വരീയ സേവനങ്ങൾക്കായിട്ട് ഏത് പൈസയാണോ ചെലവഴിക്കുന്നത് അതെല്ലാം തന്നെ ഈശ്വരീയ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് വിത്ത് ഇൻട്രസ്റ്റ്. കോടിക്കണക്കിന് ഇരട്ടിയായിട്ട് ബാബ നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ സാധിക്കും പറയാനായിട്ട് ദാനം കൊടുത്തു ബാബയ്ക്കുന്നു? അതുകൊണ്ട് ബാബ പറഞ്ഞു ദാനം എന്നുള്ള ശബ്ദം ഉപയോഗിക്കേ വേണ്ട. അതിനു പകരം എന്താണ് ഈശ്വരീയ ആ ഒരു ഇതില് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കൊടുക്കല് അങ്ങനെയാക്കി മാറ്റാൻ പറഞ്ഞു. അതായത് ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ചെലവഴിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യവസ്ഥ, ഭണ്ഡാരി വ്യവസ്ഥ തന്നെ ഇവിടെ ഈ വിദ്യാലയത്തിൽ വന്നു. അവിടെ ഒരിക്കലും ദാനപ്പെട്ടി എന്ന് എഴുതാറില്ല. ഭണ്ഡാരയിൽ ഒരിക്കലും നമ്മൾ ദാനപ്പെട്ടി എന്ന് എഴുതാറില്ല. കാരണം ദാനപ്പെട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ആർക്ക് വേണമെങ്കിലും ഇടാം. ഈശ്വരീയ വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഇടാം, ദാനമായിട്ടൊക്കെ ഇടാം. പക്ഷെ നമ്മൾ ദാനമായിട്ടല്ല ഇടുന്നത്. നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഗോഡ്ലി സ്റ്റുഡൻസ് ഓൺലി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വ ഇച്ഛ അനുസരിച്ചുള്ള ധനമാണ് നമ്മൾ അതിലിടുന്നത്. അതുകൊണ്ട് തന്നെ ആര് എത്ര പൈസ ചെയ്തു, ചിലര് കൂടുതൽ ചെയ്യുന്നുണ്ടാകും, ചിലര് കുറവ് ചെയ്യുന്നുണ്ടാകും. കാരണം അവരവരുടെ ഭാഗ്യം ഉണ്ടാക്കാൻ അവരവരെത്ര ചെയ്യുന്നു, അവരവരെത്ര അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു, ഇതൊക്കെ അവരവരുടെ കയ്യിലാണുള്ളത്. അപ്പൊ ആരിപ്പോ കൂടുതൽ പൈസ ചെയ്യുന്നു, ആര് കുറവ് പൈസ ചെയ്യുന്നു, നിമിത്തമായി നിൽക്കുന്ന ദേഹധാരികൾക്ക് അത് അറിയാനേ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നോക്കൂ, ഇവിടെ ഒരു ഏകത വരുന്നുണ്ട്.
കാരണം പൈസ കൂടുതൽ ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ പൈസ ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഒരു അഹങ്കാരം ഉണ്ടായിരിക്കും. ഞാൻ ഇത്രയെല്ലാം കൊടുക്കുന്ന ഒരാളാണ്. മേടിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും അവർക്ക് പരിഗണന കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ബാബ പറയുന്നത്, നിങ്ങള് ഭഗവാന്റെ ഭണ്ഡാരയിൽ പൈസ ഇടണം. അങ്ങനെ വരുമ്പോൾ അത് ശിവബാബയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് പോലെയാണ്. ശിവബാബയും നമ്മളുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധമാണ്. നിമിത്തമായി നിൽക്കുന്ന ആർക്കും തന്നെ അത് അറിയാനും പോലും സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശ്വരീയ കുടുംബത്തില് നമുക്കൊരു ഏകത കാണാൻ സാധിക്കും. പരസ്പരമുള്ള സ്നേഹം കാണാൻ സാധിക്കും. എല്ലാവരെയും ഒരേപോലെ കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ ധനത്തിന്റെ പ്രശ്നം ഇവിടെ വരുന്നില്ല, ഉദിക്കുന്നില്ല. അപ്പൊ ദാനം അല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മള് ഭാവിയിലേക്ക് വേണ്ടി നമ്മുടെ ധനം ഈശ്വരീയ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ്. കോടി ഇരട്ടി ഇൻട്രസ്റ്റോട് കൂടി നമുക്കത് തിരിച്ചു ലഭിക്കുകയും ചെയ്യും. ആരെയും അറിയിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമല്ല. പറയില്ലേ, യുക്തദാനമാണ് നമ്മള് യഥാർത്ഥ. ദിവ്യപ്രകാശമായ ഞാൻ ഇപ്പോൾ വളരെ സഹജമായി മുകളിലേക്ക് പറക്കുന്നു. ഉയർന്നുയർന്ന് ആകാശതത്വവും മറികടന്ന് സൂക്ഷ്മവദനവും കടന്ന് ഞാനെൻ്റെ സ്വദേശമായ ശാന്തിയുടെ ദേശത്തിലെത്തിയിരിക്കുകയാണ്. ആത്മാവാകുന്ന എൻ്റെ സ്വന്തം വീട് ആത്മാവാകുന്ന എൻ്റെ വിശ്രമസ്ഥാനം ഞാൻ ആത്മാവിവിടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ചെയ്യുകയാണ്. ബന്ധനങ്ങളൊന്നും തന്നെ എനിക്കിവിടെയില്ല. ഞാൻ ആത്മാവാകുന്ന പ്രകാശം, പ്രകാശത്തിൻ്റെ വീട്ടിൽ പവിത്രതയുടെയും ശാന്തിയുടെയും അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാലു ഭാഗത്തു നിന്നും വരുന്ന ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ ആത്മപ്രകാശമായ എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ഗഹനമായ ശാന്തിയുടെ അനുഭവത്തിലാണ് ഞാൻ. ശാന്തി കൊണ്ട് സമ്പന്നമായ ഞാൻ ഇപ്പോൾ ശാന്തി നക്ഷത്രമാണ്. ഞാനിതാ ശാന്തി സാഗരമായ ശിവബാബയുടെ സമീപത്തേക്ക് കുതിക്കുകയാണ്.
ശാന്തി സാഗരമായ പരം ജ്യോതിയായ ശിവബാബയുടെ വളരെ സമീപത്ത് ഞാൻ എത്തിയിരിക്കുന്നു. അനുഭവം ചെയ്യൂ ശിവബാബയുടെ സാമീപ്യത്തെ. ബാബയുമായുള്ള മിലനത്തെ. ബാബയിൽ നിന്ന് വരുന്ന അളവറ്റ പ്രകാശകിരണങ്ങളെ, ശാന്തിയുടെ തരംഗങ്ങളെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. ഞാൻ ആത്മാവിപ്പോൾ എൻ്റെ അനാദി സ്വരൂപത്തിലാണ്. നിരാകാരി സ്വരൂപത്തിലാണ്. ബാബയിൽ നിന്ന് വരുന്ന ഗുണങ്ങളും ശക്തികളുടെയും കിരണങ്ങൾ ആത്മപ്രകാശമായ എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെല്ലുന്നു. ഓരോ ഗുണങ്ങളെയും ഞാൻ അനുഭവം ചെയ്യുകയാണ്. ബാബ പവിത്രതയുടെ സാഗരമാണ്. ബാബയുടെ പവിത്ര കിരണങ്ങളെ സ്വീകരിക്കുന്ന ഞാൻ ആത്മാവ് ബാബയ്ക്ക് സമാനം മാസ്റ്റർ പവിത്രതാ സാഗരമായിരിക്കുന്നു. എന്നിൽ നിന്ന് പവിത്രതയുടെ പ്രകാശകിരണങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്. എൻ്റെ മനോബുദ്ധി സംസ്കാരങ്ങളിൽ പവിത്രതയുടെ ശക്തി നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആത്മാ പവിത്രതയുടെ സ്വരൂപമാണ്. ശിവബാബ സ്നേഹത്തിൻ്റെ സാഗരം ആത്മാവാകുന്ന എന്നിലേക്ക് സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ നിറയ്ക്കുന്നു. സ്നേഹത്തിൻ്റെ കിരണങ്ങളെ സ്വയം തൻ്റെ ഉള്ളിൽ നിറയുന്നതായി അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. ഞാൻ ആത്മാവാകുന്ന പ്രകാശം സ്നേഹത്തിൻ്റെ എനർജി കൊണ്ട് നിറഞ്ഞ് ആ കിരണങ്ങളെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാബയ്ക്ക് സമാനം മാസ്റ്റർ സ്നേഹസാഗരമാണ്. ശാന്തി സാഗരമായ ബാബയിൽ നിന്ന് ശാന്തിയുടെ കിരണങ്ങൾ ഞാൻ സ്വീകരിക്കുകയാണ്. ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ ആത്മാവാകുന്ന എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു.
ശാന്തിയുടെ ശക്തിയാൽ നിറഞ്ഞ എന്നിൽ നിന്ന് ശാന്തിയുടെ തരംഗങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഞാൻ ബാബയ്ക്ക് സമാനം മാസ്റ്റർ ശാന്തി സാഗരമായിരിക്കുന്നു. ജ്ഞാനസാഗരമാണ് ശിവബാബ. ബാബയുടെ തൊട്ട് സമീപത്തിരിക്കുന്ന ഞാൻ ആത്മാവ് ഇപ്പോൾ ബാബയ്ക്ക് സമാനം മാസ്റ്റർ ജ്ഞാനസാഗരമായിരിക്കുന്നു. ആത്മാവാകുന്ന എന്നിൽ ജ്ഞാനത്തിൻ്റെ ശക്തി നിറഞ്ഞിരിക്കുകയാണ്. സുഖസാഗരമായ ബാബയിൽ നിന്ന് സുഖത്തിൻ്റെ കിരണങ്ങൾ നിറയുന്ന ഞാൻ ആത്മാവ് മാസ്റ്റർ സുഖസാഗരമാകുന്നു. സുഖത്തിൻ്റെ കിരണങ്ങൾ എന്നിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ സുഖസ്വരൂപാത്മാവാണ്. സർവശക്തിവാനായ ശിവബാബയുടെ സമീപത്തിരിക്കുന്ന ഞാൻ സർവശക്തികളും എന്നിൽ നിറയുന്ന അനുഭവം ചെയ്യുകയാണ്. ഞാൻ ബാബയ്ക്ക് സമാനം മാസ്റ്റർ സർവശക്തിവാനാണ്. എന്നിൽ നിന്ന് ശക്തിയുടെ തരംഗങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഞാൻ ശക്തി സ്വരൂപാത്മാവാണ്. ആനന്ദസാഗരമായ ശിവബാബ തൻ്റെ പരമാനന്ദത്തിൻ്റെ കിരണങ്ങൾ ആത്മാവാകുന്ന എന്നിലേക്ക് ചൊരിയുന്നു. ആനന്ദത്തിൻ്റെ പ്രകാശകിരണങ്ങൾ ഞാനാകുന്ന പ്രകാശത്തിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആനന്ദത്തിൻ്റെ ശക്തി നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. നാലു ഭാഗത്തേക്കും വൈബ്രേറ്റ് ചെയ്യുകയാണ്. ഞാൻ മാസ്റ്റർ ആനന്ദസാഗരമാണ്. പരംധാമത്തിൽ ബാബയുടെ സമീപത്ത് ബാബയ്ക്ക് സമാനമായി സർവഗുണങ്ങളാലും ശക്തികളാലും നിറഞ്ഞ് ഞാൻ ആത്മാവ് പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിരാകാരി ആത്മാവാണ് ഞാൻ. ബീജസ്വരൂപമാണ് ഞാൻ. അനാദി ആത്മാവാകുന്നു ഞാൻ. സർവഗുണങ്ങളുടെയും സർവശക്തികളുടെയും സ്വരൂപമാണ് ഞാൻ.
പവിത്രതയുടെ സ്വരൂപമാണ് ഞാൻ. പരമമായ ശാന്തിയുടെ അനുഭവത്തിലാണ് ഞാൻ. सांसों शिव की याद बिना चलते रहना किस काम का है। मेरे प्राणों प्रभु के प्यार बिना तन में रहना बस नाम का है। सांसों शिव की याद बिना प्यासी धरती की प्यास बुझे, बादल बरसे बरसात बनी। मुख से सुख का अमृत बरसे, जब मन हर्षे तब बात बनी। गुणगान किया ना भगवन का, गुणगान किया ना भगवन का, गाते रहना किस काम का है। ऐसा सो शिव की याद बिना दुनिया में लाखों आते हैं, आते और जाते रहते हैं। पर अमर है जो उपकार करें और दिल से सेवा करते हैं। मेरे मन ईश्वर के जान बिना, मेरे मन ईश्वर के जान बिना, फिरते रहना किस काम का है। ऐसा सो शिव की याद बिना, चलते रहना किस काम का है। मेरे प्राणों
प्रभु के प्यार बिना तन में रहना बस नाम का है। ऐसा सो शिव की याद बिना। ഇപ്പോൾ പരംധാമത്തിൽ ആത്മാക്കളുടെ നിരാകാരി വൃക്ഷത്തെ ഞാൻ കാണുന്നു. സ്വർണ്ണച്ചുവപ്പ് പ്രകാശം നിറഞ്ഞ ലോകത്തിൽ കോടാനുകോടി വെളുത്ത സൂക്ഷ്മ നക്ഷത്രങ്ങളുടെ നിരാകാരി വൃക്ഷം. വൃക്ഷത്തിൻ്റെ വേരിലായി ശിവബാബയും ബ്രഹ്മബാബയും മമ്മയും അതിനോടൊപ്പം തന്നെ ഞാൻ ആത്മാവും ഇരിക്കുകയാണ്. തല കീഴായ ഈ നിരാകാരി വൃക്ഷത്തിൽ വേരിന് തൊട്ടു താഴെയായി ദേവതാധർമ്മത്തിലുള്ള ആത്മാക്കളിരിക്കുകയാണ്. അതിനു താഴെയായി ശാഖകളായി മറ്റനേകം ധർമ്മത്തിലെ ആത്മാക്കൾ പ്രകാശബിന്ദുക്കളായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ആത്മാവ് എൻ്റെ ശക്തിശാലി സ്വരൂപത്തിലാണ്. ഒറിജിനൽ സ്വരൂപത്തിലാണ്. സമ്പൂർണ്ണ സ്വരൂപത്തിലാണ്. ഇപ്പോൾ ആത്മാവാകുന്ന എന്നിൽ നിന്ന് പവിത്രതയുടെ വെളുത്ത പ്രകാശകിരണങ്ങൾ നിരാകാരി വൃക്ഷത്തിലേക്ക് ഒഴുകാൻ ആരംഭിക്കുന്നു. ഒപ്പം തന്നെ ശിവബാബയിൽ നിന്നും ബ്രഹ്മബാബയിൽ നിന്നും മമ്മയിൽ നിന്നും പവിത്രതയുടെ ശക്തിശാലി പ്രകാശകിരണങ്ങൾ നിരാകാരി വൃക്ഷത്തിലുള്ള സർവാത്മാക്കളിലേക്കും ഒഴുകുകയാണ്. ഞാൻ കാണുകയാണ് ഈ പ്രകാശകിരണങ്ങൾ ഓരോ ആത്മാവിനെയും സ്പർശിക്കുന്നതായി, സ്പർശിച്ച് ആ ആത്മാവിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായി. കോടാനുകോടി ആത്മാക്കൾ ശിവബാബയുടെ പ്രിയ സന്താനങ്ങൾ, എൻ്റെ ആത്മസഹോദരങ്ങൾ, ആ പ്രകാശബിന്ദുക്കളിലേക്ക് പവിത്രതയുടെ ശക്തി, എനർജി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആത്മാവും കൂടുതൽ പ്രകാശിക്കുന്നതായി ഞാൻ കാണുന്നു. പവിത്രതയുടെ ശക്തി നിരാകാരി വൃക്ഷത്തിലുള്ള
സർവാത്മാക്കളിലും നിറയുകയാണ്. സർവാത്മാക്കളും സമ്പൂർണ്ണ പവിത്രമായി മാറുന്നു. വജ്രം പോലെ പ്രകാശിക്കുകയാണ്. ഇപ്പോൾ ശാന്തിയുടെ കിരണങ്ങൾ നിരാകാരി വൃക്ഷത്തിലുള്ള സർവാത്മാക്കൾക്കും ദാനം ചെയ്യുകയാണ്. അനുഭവം ചെയ്യൂ. ശാന്തിയുടെ ശക്തി ആത്മാവാകുന്ന എന്നിൽ നിന്നും, ശിവബാബയിൽ നിന്നും, ബ്രഹ്മബാബയിൽ നിന്നും, മമ്മയിൽ നിന്നും പ്രകാശകിരണങ്ങളായി സർവാത്മാക്കളിലേക്കും എത്തിച്ചേരുന്നതായി ശാന്തിയുടെ ഈ പ്രകാശ തരംഗങ്ങൾ ഓരോ ആത്മാവിനെയും സ്പർശിച്ച് അവരിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ശാന്തിയുടെ ശക്തി മുഴുവൻ ആത്മാക്കളിലും നിറയുകയാണ്. സർവാത്മാക്കളും ശാന്തസ്വരൂപരാകുന്നു. ബാബയ്ക്ക് സമാനം മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. ഇപ്പോൾ മാസ്റ്റർ സർവശക്തിവാനായ എന്നിൽ നിന്ന് ശക്തിയുടെ തരംഗങ്ങൾ നിരാകാരി വൃക്ഷത്തിലെ എല്ലാ ആത്മാക്കളിലേക്കും നിറയുകയാണ്. ശക്തിയുടെ കിരണങ്ങൾ എന്നിൽ നിന്ന് പ്രവഹിക്കുന്നതോടൊപ്പം മമ്മ ബാബയിൽ നിന്നും ശിവബാബയിൽ നിന്നും പ്രകാശകിരണങ്ങൾ നിരാകാരി വൃക്ഷത്തിലേക്ക് ഒഴുകുകയാണ്. കാണൂ, ഓരോ ആത്മാവിനടുത്തേക്കും ശക്തിയുടെ ഈ കിരണങ്ങൾ ചെല്ലുന്നു, അവരെ സ്പർശിക്കുന്നു, അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ശക്തിയുടെ അനുഭൂതി സർവാത്മാക്കളും ചെയ്യുകയാണ്. എല്ലാ ആത്മാക്കളും ശക്തിശാലികളായി മാറുന്നു. ശക്തിയുടെ കിരണങ്ങൾ അവരിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആത്മാക്കളും ബാബയ്ക്ക് സമാനം മാസ്റ്റർ സർവശക്തിവാനായിരിക്കുന്നു. ഇപ്പോൾ ആത്മാവാകുന്ന എന്നിൽ നിന്നും മമ്മ ബാബയിൽ നിന്നും ശിവബാബയിൽ നിന്നും സ്നേഹത്തിൻ്റെ കിരണങ്ങൾ പ്രകമ്പനങ്ങളായി നിരാകാരി വൃക്ഷത്തിലെ സർവാത്മാക്കളിലേക്കും എത്തിച്ചേരുകയാണ്. സർവാത്മാക്കളും സ്നേഹത്തിൻ്റെ ഈ ശക്തിയെ, പ്രകാശത്തെ സ്വീകരിക്കുകയാണ്.
ആത്മാവിനുള്ളിലേക്ക് സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നു. സ്നേഹത്തിൻ്റെ യഥാർത്ഥമായ അനുഭവം ഓരോ ആത്മാവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരിൽ നിന്നും സ്നേഹത്തിൻ്റെ കിരണങ്ങൾ വൈബ്രേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഓരോ ആത്മാവും സ്നേഹത്തിൻ്റെ സ്വരൂപമായി മാറിയിരിക്കുകയാണ്. ബാബയ്ക്ക് സമാനം മാസ്റ്റർ സ്നേഹസാഗരമായിരിക്കുന്നു. ഇപ്പോൾ സന്തോഷത്തിൻ്റെ, സുഖത്തിൻ്റെ കിരണങ്ങൾ അനാദി ആത്മാവായ എന്നിൽ നിന്ന് നിരാകാരി വൃക്ഷത്തിലുള്ള മറ്റെല്ലാ നിരാകാരാത്മാക്കളിലേക്കും പ്രവഹിക്കുന്നു. ഓരോ ആത്മാവും ഈ സുഖത്തിൻ്റെ കിരണങ്ങളെ അനുഭവം ചെയ്യുകയാണ്. ഓരോ പ്രകാശബിന്ദു ആത്മാവും ഈ സന്തോഷത്തിൻ്റെ പ്രകാശം ശക്തിയെ സ്വീകരിച്ച് സന്തുഷ്ട ആത്മാവായി, സംതൃപ്ത ആത്മാവായി മാറുകയാണ്. ഞാൻ സർവാത്മാക്കളെയും അവരുടെ സംതൃപ്ത സ്വരൂപത്തിൽ, സുഖസ്വരൂപത്തിൽ കാണുന്നു. സർവാത്മാക്കളും സുഖസ്വരൂപത്തിലാണ്. ബാബ് സമാൻ മാസ്റ്റർ സുഖസാഗരമാണ്. ഇപ്പോൾ പരമാനന്ദത്തിൻ്റെ കിരണങ്ങൾ ആത്മാവാകുന്ന എന്നിൽ നിന്ന്, നിരാകാര ആത്മാവിൽ നിന്ന്, നിരാകാരി വൃക്ഷത്തിലുള്ള മറ്റെല്ലാ പ്രകാശബിന്ദു ആത്മാക്കളിലേക്കും പ്രവഹിക്കുകയാണ്. ആനന്ദത്തിൻ്റെ ശക്തമായ തരംഗങ്ങൾ ഓരോ ജ്യോതിർബിന്ദു ആത്മാവിലേക്കും കടന്നു ചെല്ലുന്നു. നിരാകാരി വൃക്ഷത്തിലെ സർവാത്മാക്കളും ഇപ്പോൾ ആനന്ദത്തിൻ്റെ അനുഭൂതിയിലാണ്. എല്ലാവരിൽ നിന്നും ആനന്ദത്തിൻ്റെ തരംഗങ്ങൾ വൈബ്രേറ്റ് ചെയ്യുകയാണ്. ആനന്ദസ്വരൂപാത്മാക്കളാണ്. ബാബ് സമാൻ മാസ്റ്റർ ആനന്ദസാഗരമാണ്. ഏതുപോലെ ശിവബാബ പരം ജ്യോതി അതിശക്തമായി പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു, അതുപോലെ ഞാൻ ആത്മാവും ഈ സൃഷ്ടിയിലെ മറ്റെല്ലാ ആത്മാക്കളും ഇപ്പോൾ നിരാകാരി വൃക്ഷത്തിൽ
വളരെ മനോഹരമായി, വളരെ ശക്തമായി പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാ ആത്മാക്കളും അവരുടെ സമ്പൂർണ്ണ പവിത്രമായ അവസ്ഥയിൽ, സദോ പ്രധാന അവസ്ഥയിൽ ശാന്തസ്വരൂപരായി ശാന്തിധാമമാകുന്ന വീട്ടിൽ ബാബയോടൊപ്പം വളരെ നിശ്ചിന്തമായി സ്ഥിതി ചെയ്യുകയാണ്. ഞാൻ ബാബയുടെ വളരെ സമീപത്തിരിക്കുന്ന ആത്മാവ്. ഞാനും ഇപ്പോൾ വളരെ നിശ്ചിന്തമാണ്. എൻ്റെ അനാദി സ്വരൂപത്തിൽ എനിക്ക് സൃഷ്ടി നാടകത്തെക്കുറിച്ച് ഒരു സങ്കല്പം പോലുമില്ല. പരമമായ ശാന്തിയുടെ അനുഭവത്തിൽ തീർത്തും നിശ്ചിന്തമായ അവസ്ഥയിൽ ഞാൻ ബാബയോടൊപ്പം പരംധാം നിവാസിയായി എൻ്റെ നിരാകാര സ്വരൂപത്തിലിരിക്കുകയാണ്. അനാദി സ്വരൂപത്തിലിരിക്കുകയാണ്. മറ്റെല്ലാം മറന്ന് ഈ സൃഷ്ടിയാകുന്ന ഡ്രാമ, അതിലേക്ക് ഞാൻ വന്നിട്ടു പോലുമില്ല. അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഒരു സ്മൃതി പോലും എൻ്റെ ഉള്ളിലില്ല. ഈ ഒരവസ്ഥയിൽ അല്പസമയം ഞാൻ സ്ഥിതി ചെയ്യുകയാണ്.
शांत और एकांत मन में ध्यान इतना दीजिए। हम कौन आए क्यों यहाँ, हम कौन आए क्यों यहाँ, करे आत्म अन्वेषण। आत्मचिंतन से ही होगा आत्म परिवर्तन। आत्म परिवर्तन करेगा, आत्म परिवर्तन करेगा, विश्व परिवर्तन। आत्मचिंतन से ही होगा। तन से न्यारी दिव्य प्यारी मैं सचेतन आत्मा। तन से न्यारी दिव्य प्यारी मैं सचेतन आत्मा। सर्व शक्तिवान शिव मेरे पिता परमात्मा। सर्व शक्तिवान शिव मेरे पिता परमात्मा। उनके निर्देशन में मेरा, उनके निर्देशन में मेरा तन पे अनुशासन। आत्मचिंतन से ही होगा आत्म परिवर्तन। आत्म परिवर्तन करेगा, आत्म परिवर्तन करेगा, विश्व परिवर्तन। आत्मचिंतन से ही होगा। ഇപ്പോൾ എൻ്റെ അനാദി സ്വരൂപത്തിൽ നിന്ന് ശാന്തിധാമത്തിൽ നിന്ന് സാകാര ലോകത്തിലുള്ള 5 തത്വങ്ങളുടെ ശരീരത്തിലേക്ക് തിരിച്ചു പുറപ്പെടുകയാണ്. താഴെ സാകാര ലോകത്തിലേക്ക് ഞാൻ വരുന്നു. ഞാൻ ദിവ്യ പ്രകാശ ബിന്ദു, ശക്തിശാലി ആത്മാ. ഇപ്പോൾ 5 തത്വങ്ങളുടെ വിനാശി ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ ഭൃകുടിയാകുന്ന അകാല സിംഹാസനത്തിൽ ഞാൻ വീണ്ടും വിരാജമാനായിരിക്കുന്നു. ശരീരത്തിൻ്റെ അധികാരിയായി
സർവകർമ്മേന്ദ്രിയങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന രഥിയായി, രാജാവായി ഞാനിവിടെ പ്രകുടിയാകുന്ന അകാല സിംഹാസനത്തിൽ വിരാജമാനാണ്. എൻ്റെ വീടിൻ്റെ സ്മൃതി, ശാന്തിധാമത്തിൻ്റെ സ്മൃതി, എൻ്റെ അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതി, ഈ സ്മൃതിയിലൂടെ ഞാൻ എൻ്റെ ഓരോ കർമ്മങ്ങളിലും ഓരോ ശബ്ദങ്ങളിലും ഗുണങ്ങളുടെ, ശക്തികളുടെ വിശേഷത തീർച്ചയായും ഞാൻ കൊണ്ടുവന്നിരിക്കും. ഓം ശാന്തി. चली उस पार रे, नाव चली उस पार, नाव चली उस पार रे, नाव चली उस पार। शिव की याद की नाव में बैठो, शिव की याद की नाव में बैठो, चलती जाए ज्ञान के बल से, योग के बल से, ज्ञान के बल से, सबका करे उद्धार रे। चली उस पार रे, नाव चली उस पार, नाव चली उस पार रे, नाव चली उस पार। माझी सबसे न्यारा, वो दिखाए स्वर्ग प्यारा। इसका माझी सबसे न्यारा, वो दिखाए स्वर्ग प्यारा। कोई पार करे एक दो को, कोई पार करे एक दो को, ये तो पार करे जग सारा रे। नाव चली उस पार रे, नाव चली उस पार, नाव चली उस पार रे, नाव चली उस पार। सागर में लहराए नैया आगे बढ़ती जाए, ज्ञान के सागर में लहराए नैया आगे बढ़ती जाए। वो भाग्यशाली चढ़ जाए जो, वो भाग्यशाली चढ़ जाए जो, सामने दिखता किनारा रे। नाव चली उस पार रे, नाव चली उस पार, नाव चली उस पार रे, नाव चली उस पार, नाव चली उस पार रे, नाव चली उस पार, नाव चली उस पार रे, नाव चली उस पार।
है दिल तो क्या, दिल की धड़कनें नागिन, फिर कहाँ ये फुर्सतें, फिर कहाँ ये रात दिन। आ रही है ये सदा, आ रही है ये सदा, मस्तियों में डूब जा। ये जिंदगी उसी की है जो किसी का हो गया, प्यार ही में खो गया। ये जिंदगी उसी की है।